ഹായ് ഹലോ എല്ലാവർക്കും മലയാളി മേക്ക് ഓവറിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഐബ്രോസിൻ്റെ ഗ്രോത്തിന് എന്ത് യൂസ് ചെയ്യാം, അങ്ങനെ കുറേ എനിക്ക് റിക്വസ്റ്റുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ലപോലെ ഐബ്രോസ് വളരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ യൂസ് ചെയ്യുക, കുറച്ച് ടിപ്സ് പറയാമോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. പിന്നെ ഞാൻ എൻ്റെ ഹെയറൊക്കെ കട്ട് ചെയ്തു കേട്ടോ. അന്ന് നമ്മൾ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ തന്നെ എൻ്റെ ഒക്കെ ഒന്ന് ട്രിം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ ഹെയർ എന്ന് പറയുന്നത് ഞാൻ ലെയർ കട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരുമിച്ച് പിടിച്ച് വെട്ടാൻ പറ്റില്ലായിരുന്നു. എന്നാലും എനിക്ക് പറ്റുന്ന രീതിയിൽ ലെയർ കട്ട് തന്നെ വെട്ടിയിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും എൻ്റെ വെട്ടി ചെറുതാക്കിയിട്ടുണ്ട്. ഭയങ്കരമായിട്ടൊന്നും ചെറുതാക്കിയിട്ടില്ല, വെറുതെ തുമ്പ് മാത്രം ഒന്ന് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളതുപോലെ ചെയ്യുക, ഭയങ്കര എഫക്റ്റീവാണ്. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ഐബ്രോസിൻ്റെ ഗ്രോത്തിനായിട്ട് എന്ത് ചെയ്യാം, എന്തൊക്കെ യൂസ് ചെയ്യാമെന്ന്. ഓക്കെ, അപ്പോൾ അതാ നമുക്കിവിടെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. അത് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ജ്യൂസ് നമുക്ക് ഈ അരിപ്പ് വെച്ച് അരിച്ചെടുക്കാം. ഈ ജ്യൂസിലെ സ്റ്റാർച്ചാണ് നമുക്ക് ആവശ്യം. ഇത് സ്റ്റാർച്ച് താഴെ സെറ്റിലാകും. കുറച്ച് നേരം അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ വൈറ്റ് കളറിൽ കാണുന്നതാണ് സ്റ്റാർച്ച്. അത് അടിയിൽ സെറ്റിലാകും. എന്നിട്ട് നമുക്ക് ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ജ്യൂസ് നമുക്ക് ആവശ്യമില്ല. ജ്യൂസ് നമുക്ക് ഹെയർ ഗ്രോത്തിനായിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യാം, വെറുതെ കളയണ്ട. സ്റ്റാർച്ചാണ് നമുക്കിപ്പോൾ ആവശ്യം. ഈ സ്റ്റാർച്ചിന് വളരെയധികം ഗുണങ്ങളുണ്ട്. ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഞാൻ ജിഞ്ചറിൻ്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്കതുകൊണ്ട് തന്നെ ഇത് ഐബ്രോസിലും യൂസ് ചെയ്യാൻ പറ്റും. ഹെയർ ഫോളിക്കിൾസിനൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വേണ്ട, ഒരു 1/4 ടീസ്പൂണോളം കാസ്റ്റർ ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് മതി. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് മൂന്നും കൂടി നല്ലപോലെ മിക്സ് ചെയ്യാം. ഒരു വൈറ്റ് പേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, എന്നിട്ട് മോർണിംഗിലും നൈറ്റിലും ഒക്കെ നമ്മുടെ ഐബ്രോസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. വളരെ നല്ലതാണ്, വളരെ യൂസ്ഫുള്ളാണ്. ഇത് 3 ഡേയ്സ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. 3 ദിവസം അപ്ലൈ ചെയ്യാനും പറ്റും. ഹലോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മുടെ സെറം എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന്? ഇത് സെറം എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു DIY ആണ്. അപ്പോൾ ഇത് ഓവർനൈറ്റാണ് അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ കിടക്കണേന് മുന്നേ ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഓവർനൈറ്റ് ഇത് അപ്ലൈ ചെയ്ത് കിടക്കുക. എന്നിട്ട് മോർണിംഗിൽ വാഷ് ചെയ്ത് കളയുക. ഈ ഒരു DIY വളരെ കുറച്ചുണ്ടാക്കിയാൽ മതി. 3 ദിവസത്തേക്ക് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് 3 ദിവസം യൂസ് ചെയ്യാം. മോർണിംഗിലും ഉപയോഗിക്കാം കേട്ടോ, കുഴപ്പമില്ല. നൈറ്റ് അപ്ലൈ ചെയ്തിട്ട് മോർണിംഗ് എണീക്കുമ്പോൾ വാഷ് ചെയ്ത് കളയുക. നോർമലി വെറുതെ വാട്ടർ വെച്ച് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ഭയങ്കര എഫക്റ്റീവാണ്. ഇതിൽ ജിഞ്ചർ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, കാരണം അത്രയേറെ ഗുണങ്ങളുണ്ട്. പോഴ്സൊക്കെ ക്ലിയർ ചെയ്യാനും എല്ലാത്തിനും ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഐലാഷസിൽ യൂസ് ചെയ്ത്, കാരണം കണ്ണിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീറ്റിലൊക്കെ ഉണ്ടാകും, കാരണം ജിഞ്ചർ അല്ലേ. അപ്പോൾ ഇതങ്ങനെ ചെയ്യാം. പിന്നെ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഹെയർ സ്മൂത്തനിങ് പാക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എല്ലാവരും കാണാം. അതായി വരുന്ന ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോയിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ സ്മൂത്തനിങ് പാക്കിൻ്റെ വീഡിയോ ആണ് ഇട്ടിരുന്നത്. കുറേ പേര് റിക്വസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുന്നേ കുറച്ച് കടലമാവ് എടുത്തിട്ട് നമ്മുടെ ഇവിടെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഐബ്രോസിൽ. ഡാൻഡ്രഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, പിന്നെ പോഴ്സൊക്കെ ക്ലോസ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നല്ല പോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ഡെഡ് സെൽസ് പോകും, ഡാൻഡ്രഫൊക്കെ പോകാൻ വളരെ നല്ലതാണ്. അങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്യുക. അതിന് ശേഷം ഈ ഒരു ഏരിയയിൽ സർക്കുലർ മോഷനിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഐബ്രോസിന് കീഴായിട്ട്, ഐബ്രോസിന് താഴെ ഇങ്ങനെ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഒരു 5 മിനിറ്റ്സ് അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ മറക്കരുത്. അതിന് ശേഷം ഇതുപോലത്തെ ഒരു സ്പൂളിയിലോ അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇയർബഡ്സിലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഐബ്രോസ് വളരണേൻ്റെ എതിർ ദിശയിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ജിഞ്ചറിൻ്റെ ചെറിയ നീറ്റിലൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല. ചിലർക്കുണ്ടാകും. എനിക്കിതിപ്പോൾ കുറേ ഇല്ല അപ്ലൈ ചെയ്യുന്നത്, അതുകൊണ്ട് അങ്ങനെ ഫീൽ ചെയ്യാറില്ല. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നു, ചെറുതായിട്ടൊരു നീറ്റിലുണ്ടായിരുന്നു, പിന്നെ അത് മാറും. അപ്പോൾ ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്ക് അപ്ലൈ ചെയ്യുക, എന്നാൽ മാത്രം റൂട്ടിലേക്ക് എത്തുള്ളൂ, നമ്മുടെ സ്കിന്നിലേക്ക് എത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്ക് നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നല്ല പോലെ സ്ക്രബൊക്കെ ചെയ്യാം. അത് ഡെയിലി നമ്മൾ സ്ക്രബ് ചെയ്യണമെന്നില്ല കേട്ടോ, ഡെയിലി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഇന്നലെ ചെയ്തോളൂ, അതുകൊണ്ട് നമ്മൾ ഡെയിലി ഇത് ചെയ്യേണ്ട ആവശ്യമില്ല.
ഒരു വീക്കിൽ 3 ടൈംസ് ഒക്കെ നമ്മളിവിടെ സ്ക്രബ് ചെയ്താൽ മതി. പിന്നെ ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഇവിടെ ഒന്നും അപ്ലൈ ചെയ്യരുത്, ഐബ്രോസിലൊന്നും ഫേസ് വാഷ് അപ്ലൈ ചെയ്യരുത്, ഐബ്രോസിലും ഐലാഷസിലും ഒന്നും അപ്ലൈ ചെയ്യരുത് കേട്ടോ. എന്നിട്ട് ഈ ഭാഗം കൊണ്ട് ഞാൻ ഒന്നും കൂടി ഇങ്ങനെ ഒതുക്കി കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. എന്നിട്ട് മോർണിംഗിൽ വെറുതെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇനി ജിഞ്ചറിൻ്റെ ചെറിയ നീറ്റിലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും വലിയ കാര്യമാക്കേണ്ട ആവശ്യമില്ല, കാരണം ജിഞ്ചർ വളരെ യൂസ്ഫുൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. പണ്ട് തൊട്ടേ കുറേ പേര് റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ചെയ്യണമെന്ന് കരുതിയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇത് ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, കമൻസിൽ തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ജിഞ്ചർ യൂസ് ചെയ്യാമെന്ന്. പക്ഷെ അവർക്കൊന്നും അറിയില്ല, ഇതിനെപ്പറ്റി അറിയില്ല എന്ന് പറഞ്ഞു. പലരും അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു, എങ്ങനെ യൂസ് ചെയ്യേണ്ട എങ്ങനെയാ എന്താണെന്നൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. അപ്പോൾ ജിഞ്ചർ വളരെ യൂസ്ഫുൾ ആണ്, ഭയങ്കര എഫക്റ്റീവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് അനുഭവം ഉള്ളതാണ്, ഞാൻ കുറേ യൂസ് ചെയ്യുന്നതാണിത്. അപ്പോൾ നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലെ യൂസ് ചെയ്യാം. പിന്നെ ഐലാഷസിൽ പതുക്കെ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ നിങ്ങളോട് പറയില്ല കേട്ടോ ഐലാഷസിൽ അപ്ലൈ ചെയ്യാൻ, കാരണം ഞാൻ കുറേ എൻ്റെ ഫ്രണ്ട്സിന് ഇത് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവർ കണ്ണിലൊക്കെ പോയി ഭയങ്കര നീറ്റിലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട, ഐലാഷസിൽ അപ്ലൈ ചെയ്യേണ്ട. ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്, എനിക്കങ്ങനെ പ്രോബ്ലംസ് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല, നല്ല ഗ്രോത്തും ഉണ്ടാവാറുണ്ട്. ഞാൻ വെറുതെ ആയാലും ആവണക്കെണ്ണ ആയാലും ഐലാഷസിൽ അപ്ലൈ ചെയ്യാറുണ്ട്. ഇങ്ങനെ ജിഞ്ചർ പാക്ക് ആണെങ്കിലും അപ്ലൈ ചെയ്യാറുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഐലാഷസിൽ അപ്ലൈ ചെയ്യരുത്, ഐബ്രോയുടെ ഗ്രോത്തിന് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എന്താ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. എല്ലാവരും നല്ല ഹാപ്പി ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.